ഈ മാസം അവസാനം വരെ ഈ തരത്തിലേക്ക് മഴ പോകും. അതിനുശേഷം ജൂൺ തുടങ്ങുമ്പോൾ മുതൽ ഒരു ചെറിയ ഇടവേളയാകും കനത്ത മഴയ്ക്ക് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിലുള്ള മഴയെക്കുറിച്ച് ഇപ്പോൾ താങ്കൾക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇന്നിപ്പോൾ 4:30 മണിക്ക് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ പത്രസമ്മേളനമുണ്ട്. അതായത് മൺസൂണിൻ്റെ അവലോകനം എന്നുള്ളത്. ഇപ്പോൾ ഇനി എത്ര മഴയുണ്ടാകും, ജൂണിൽ എത്ര മഴയുണ്ടാകും എന്നുള്ളത് 4:30 മണിക്ക് ഇപ്പോൾ അത് പത്രസമ്മേളനം വഴി ഇപ്പോൾ അവർ അറിയിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഈ അടുത്ത ആഴ്ചയിൽ ഒരു അവലോകനം, ആഴ്ചക്കണക്കിനുള്ള ഒരു അവലോകനം വരാറുണ്ട്. അപ്പോൾ നമ്മുടെ IMDയുടെ ഫോക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് സീസൺ മുഴുവനെ ഒന്ന്, പിന്നെ അതിന് ഓരോ മാസങ്ങളിൽ, അതിനുശേഷം ഒരു മാസത്തിൽ 4 ആഴ്ചകളിൽ എങ്ങനെ, പിന്നെ ഒരാഴ്ചയിൽ എങ്ങനെ, അത് ദിവസക്കണക്കിന്, ഇങ്ങനെയാണ് നമ്മൾ IMDയുടെ ഫോക്കാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചക്കണക്കിനുള്ള അവലോകന പ്രകാരവും ഈ വരുന്ന ആഴ്ചയിൽ ഒരു സാധാരണയോ അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിൽ സാധാരണ കൂടുതലും തെക്കൻ ജില്ലകളിൽ സാധാരണയോ അല്ലെങ്കിൽ സാധാരണ കുറവും എന്നുള്ള രീതിയിലാണ് ഫോക്കാസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളതും. അപ്പോൾ ജൂൺ ആദ്യത്തെ ആഴ്ച നമുക്ക് സാധാരണയിൽ കുറവ് മഴ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ഇന്നത്തെ ഒരു ബാക്കിയുള്ള അനാലിസിസും എൻവയോൺമെൻറ്റൽ പാരാമീറ്റർ മോണിറ്ററിങ്ങും എല്ലാം വെച്ചതിന് ശേഷം തോന്നുന്ന ഒരു ഔട്ട്ലുക്ക്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ആഴ്ചയിലെ ഒരു മഴയുടെ ഒരു പ്രകടനം എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സാധാരണയിൽ കുറവായിരിക്കും ജൂണിലെ ആദ്യത്തെ ആഴ്ചയിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. അത് തന്നെ വടക്കൻ ജില്ലകളിൽ കുറച്ച് കൂടുതലും തെക്കൻ ജില്ലകളിൽ കുറവ് മഴയും എന്ന തരത്തിലേക്കാകും എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അത് കാലാവസ്ഥ കാലത്ത് വടക്കൻ ജില്ലകളിലാണല്ലോ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. തെക്കൻ ജില്ലകൾ കാലവർഷക്കാലത്ത് കുറച്ച് മഴ കുറവ് കിട്ടുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലവും ഒക്കെ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കാലവർഷക്കാലത്ത് പൊതുവെ മഴ കൂടുതൽ കിട്ടുന്ന 2 ജില്ലകളാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്നാണ് പറയാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ അതിൽ ഈ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണുന്ന മറ്റൊരു പ്രതിഭാസമാണല്ലോ ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്ന ആ പ്രതിഭാസം, അത് നമുക്കൊക്കെ പേടിയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് പലയിടങ്ങളിലും, നമുക്ക് തൊട്ടടുത്തുള്ള ഇടങ്ങളിലുമൊക്കെ അത് പെയ്യുന്നതായും നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതകൾ ഇനിയുമുണ്ട് അല്ലേ? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് ലോകമെമ്പാടും ഇങ്ങനെയുള്ള ഈ അതിതീവ്ര കാലാവസ്ഥ അല്ലെങ്കിൽ അതിതീവ്ര മഴ ചുരുങ്ങിയ സമയത്ത് പെയ്യുന്നുണ്ട്. എന്താ പറയുക, ഒരു ഫാക്റ്റാണത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒബ്സർവേഷൻ പോയിൻറ്റ്സ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാനും പറ്റുന്നുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ മഴ ഒരു മണിക്കൂറിൽ തന്നെ പെയ്യണം എന്നില്ല. അതിപ്പോൾ 1.5 മണിക്കൂറിലാണെങ്കിലും 10 സെൻറ്റിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ പോലും അത് പക്ഷെ നമുക്കത് നേരത്തെ അറിയാനുള്ള ഒരു സംവിധാനമുണ്ടോ? ഇന്നയിടത്ത് ഇങ്ങനെ അതിതീവ്ര മഴ ഈ തരത്തിലേക്ക് പെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന്? ക്ലൗഡ് അതിതീവ്ര ഇല്ല. ഇതുപോലെയുള്ള വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ ആദ്യം കാറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അതിതീവ്ര കാലാവസ്ഥയെ നമുക്ക് പ്രവചിക്കുന്നതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 26-ാം തീയതി നമ്മുടെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്തിരുന്നു, രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു. അതൊരു പുതിയൊരു ഫോർകാസ്റ്റിംഗ് സിസ്റ്റമാണ്. അതിൽ 6 കിലോമീറ്ററാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെതർ ഫോർകാസ്റ്റിംഗ് മോഡലിൻ്റെത് 12 കിലോമീറ്ററാണ് അതിൻ്റെ റെസൊല്യൂഷൻ. അതായത് 12 കിലോമീറ്റർ ഉള്ള ഒരു ചതുരത്തിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിവരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ അറിയാൻ പറ്റുന്ന ഗ്രിഡ് പോയിന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 കിലോമീറ്റർ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള തീവ്ര കാലാവസ്ഥ സംഭവങ്ങളെ നമുക്ക് കൂടുതൽ പെട്ടെന്ന് അറിയാനും പ്രവചിക്കാനും പറ്റും. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ പുതിയ സിസ്റ്റത്തിനെന്നാണ് അറിയുന്നത്. അത് ഓപ്പറേഷണലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുള്ളൂ. നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ പെർഫോമൻസിനെ പറ്റി കൂടുതൽ അറിയാം. ഒരൊറ്റ കാര്യം കൂടി, ഇപ്പോൾ സാധാരണ നമ്മൾ ചിലപ്പോൾ പറയും നോർമൽ മൺസൂൺ ആകും ഇത്തവണ ലഭിക്കാൻ പോകുന്നത്, ചിലപ്പോൾ പറയും അത് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തവണ അതെങ്ങനെയായിരിക്കും? ഇല്ല, ഇപ്രാവശ്യം മൺസൂൺ എബോവ് നോർമൽ ആയിരിക്കും കേരളത്തിൽ. ഓൾ ഇന്ത്യ ലെവലിൽ എബോവ് നോർമൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലും എബോവ് നോർമൽ തന്നെയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്.